അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയൂ. അറിയില്ല. മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അതിന്റെ വിലയിരുത്തൊക്കെ എഴുതിയാലും ചർച്ച ചെയ്യാറ്. ഓക്കെ, നമ്മള് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതിലുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, 2019 മാർച്ചിൽ മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിന്ന് ചോദിച്ച ക്വസ്റ്റ്യന് ഒരു ഇരുമ്പാണി CuSO4 ലായനിയിൽ മുക്കി വച്ചിരിക്കുന്നു. ഒരു ഇരുമ്പാണി CuSO4 ലായനിയിൽ മുക്കി വച്ചിരിക്കുന്നു. ഓക്കെ, അല്പസമയത്തിന് ശേഷം ഇരുമ്പാണിയിൽ എന്ത് മാറ്റം നിരീക്ഷിക്കാൻ കഴിയും? ഉത്തരം നിങ്ങൾക്ക് പറയാട്ടോ. അല്പസമയത്തിന് ശേഷം ഇരുമ്പാണിയിൽ എന്തു മാറ്റം നിരീക്ഷിക്കാൻ കഴിയും? അറിയാവുന്ന ആളുകൾ ഉത്തരം പറയാം. ആരുമില്ല. കോപ്പറിന്റെ നിറാവാൻ തുടങ്ങും. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? പേര് പറയൂ. ഫഹ്മ. വെരി ഗുഡ്. അതന്നെയാണ്, ഇരുമ്പാണി കോപ്പറിന്റെ നിറമായിട്ട് മാറും. ഓക്കെ, ഇരുമ്പാണിയുടെ നിറം കോപ്പറിന്റെ നിറമായിട്ട് മാറും. അടുത്തത്, അതിനുള്ള കാരണം അറിയാം. കാരണം നമുക്കറിയാം ഇവിടെ നടക്കുന്ന പ്രവർത്തനം ഏത് പ്രവർത്തനമാണ്? ഇവിടെ നടക്കുന്ന പ്രവർത്തനം ഏതു പ്രവർത്തനമാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ആദേശരാസപ്രവർത്തനം. ആദേശരാസപ്രവർത്തനത്തിൽ സംഭവിക്കുന്നത് ഇവിടെ ഇപ്പൊ Fe പ്ലസ് ഇരുമ്പാണി പറഞ്ഞ Fe പ്ലസ് CuSO4 gives FeSO4 പ്ലസ് Cu. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്തായി മാറി? Fe കോപ്പറായിട്ട്, മീൻസ് അവിടെ കോപ്പറിന്റെ നിറമായിട്ട് മാറും. അതിലെ ബി ക്വസ്റ്റ്യൻ, ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. അതറിയാവുന്ന ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിയേ. ഓക്സീകരണ, ഈ പ്രവർത്തനത്തിലെ ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാൻ അറിയാവുന്നവരൊക്കെ കൈപൊക്കുക. ഓക്കെ, വെരി ഗുഡ്. ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാൻ അറിയാവുന്നവരൊക്കെ കൈപൊക്കുക. വെറുതെ കൈപൊക്കണ്ട കേട്ടോ. ഇതിൽ കുറച്ചു പേര് കൈ പൊക്കിയിട്ടില്ല. അപ്പം പിന്നെ ചെയ്യേണ്ട പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഗ്രൂപ്പ് ലീഡർമാര് ആ കൈ പൊക്കിയ ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേര് കൈ പൊക്കിയിട്ടുണ്ട് എന്നുള്ളത് വേഗം എഴുതി വെക്കാം, കൈ പൊക്കിയ ആളുകളെ. അപ്പൊ പിന്നെ കൈ പൊക്കാത്ത ആളുകളും വരാത്ത ആളുകളൊക്കെ അതിലില്ലാതെപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, വേഗം എഴുതി വെച്ചോളാം. റോൾ നമ്പർ എഴുതി വെച്ചാലും മതി. അവനാന്റെ ഗ്രൂപ്പിൽ കൈ പൊക്കിയ ആളുകളുടെ റോൾ നമ്പറുകൾ എഴുതി വെക്കുക. എന്നിട്ട് അതില് അഭിജിത്ത് മൈക്കോണാക്കാം.
നമ്പർ 1 അഭിജിത്ത് മൈക്ക് ഓൺ ആക്കുക. വെറുതെ കൈ പൊക്കിയതാണ് അല്ലെ അഭിജിത്ത്? അപ്പൊ അഭിജിത്ത് ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പ് ലീഡർ അയാളുടെ പേര് അവിടെ എഴുതി വെക്കുക, മൈക്ക് ഓൺ ആക്കിയിട്ടില്ല എന്ന്. സഹില മൈക്ക് ഓൺ ആക്കുക. നമ്പർ 50. ഓക്കെ, അഭിജിത്ത് ആൻഡ് സഹില. ഹസ്ന പി പി. ഹസ്ന പി പി മൈക്ക് ഓൺ ആക്കാം. ഇല്ല, ഞാനൊരു കാര്യം ചെയ്യാം, റിമൂവ് ചെയ്യാം, അതായിരിക്കും നല്ലത്. റിഫാദ് മൈക്ക് ഓൺ ആക്കുക. ഹലോ, ആ ഒന്ന് പറഞ്ഞേ ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. ഈ 1 മിനിറ്റ് റിഫാദെ. ഹസ്ന പി പി, അഭിജിത്ത്, സഹില, ഈ ആളുകളെ ഞാൻ ഒന്നുകിൽ റിമൂവ് ചെയ്യും, ഇല്ലെങ്കിൽ ഒന്നുകിൽ പിന്നെ എന്താ പറയാ, എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് ലീഡർ ഒന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, റിഫാദ് പറയൂ ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. Cu gives Cu2 plus 2 electron. മാർക്ക് നല്ലോണം കിട്ടും കേട്ടോ, പരീക്ഷക്ക് മാർക്ക് കിട്ടും. 0 മാർക്കായിരിക്കും കിട്ടുക എന്നുള്ളൂ. ഷൈമാമോൾ. ഷൈമാമോൾ. ഷൈമാമോൾ ഇല്ല. അജ്വദ് സ്വാലിഹ് പി കെ. അജ്വദ് സ്വാലിഹ് പി കെ. ഹലോ, അല്ല, അവിടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കാണോ? അല്ല, പിന്നെ ഇത്രയും സമയം പിടിക്കുന്നത് എന്തിനാ? ആൻസർ പറയും. Fe gives ആ വീഡിയോ ഒന്ന് ഓണാക്കോ നിന്റെ. ഓണാക്കിയോ? അവിടെ ബെഡിലാണ് ആളുള്ളത്, അതുകൊണ്ടാണ്. ഹലോ, സമയം കളയല്ലേ? ഹലോ, ആളെ ഞാൻ പറഞ്ഞയച്ചു കേട്ടോ. അതുപോലെ അഭിജിത്ത് ആൻഡ് സഹില മൈക്ക് ഓൺ ആക്കുന്നുണ്ടോ? ഇല്ല. ഹസ്ന പി പി മൈക്ക് ഒഴിവാക്കാനല്ല പറഞ്ഞത്. സാർ, അഭിജിത്ത് റേഞ്ച് കുറവുള്ള സ്ഥലത്താണ്, അതുകൊണ്ടാണ് കേൾക്കാതെ. ആര് പറഞ്ഞു കേൾക്കണില്ല? എന്നിട്ട് കൈ പൊക്കാൻ പറയുമ്പോ കൈ പൊക്കണ പിന്നെന്താ? ആര് പറഞ്ഞു കേൾക്കണില്ലാന്ന്? അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പ്രോബ്ലം വരാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. മിൻഹാജ് പറയാ. മിൻഹാജ്. മിൻഹാജ്. സരുൺ ടി. സരുൺ ടി. സരുൺ ടി ഇല്ല.
ഹലോ ആ എന്താ വർത്തമാനം പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? പറയ്. ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസവാക്യം പറയും. Fe2 plus 2 electron gives Fe. ഓ കിട്ടും, മാർക്ക് കിട്ടും. 0 മാർക്ക് ആയിരിക്കുന്നുള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. നിഹാൽ റഹ്മാൻ. നിഹാൽ റഹ്മാൻ ഹലോ. ആ പറയ്. Cu2 plus gives 2 electron minus electron. ആ വീഡിയോ ഓൺ ആക്കിയ. എന്തിനത്ര താമസം അത് ഓണാക്കാൻ? ആ ഇനി പറയ്. Cu2 plus 2 electron. അല്ല മോനെ, നീ എന്താ പറയുന്ന നല്ല ബോധം ഉണ്ടല്ലോ അല്ലെ? നമ്മൾ ഏത് പ്രവർത്തന ഇപ്പത്? ഇത് ഏത് പ്രവർത്തന? Fe plus CuSO4 gives ഇത് ഏത് പ്രവർത്തനാണ്? oxygen. ഇരുമ്പാണിയും CuSO4 തമ്മിലുള്ള പ്രവർത്തനം ഏത് പ്രവർത്തന? ഇവിടെ നല്ല ഉള്ളത് അറിയില്ല. പണി ഞാൻ തരാം കേട്ടോ, പണി ഞാൻ തന്നോളാം, അപ്പൊ അറിയും. നാജിയ നസ്രിൻ KK. നാജിയ നസ്രിൻ KK. Fe gives Fe2 plus 2 electron. കേട്ടില്ല. Fe gives Fe2 plus 2 electron. അത് ഏത് പ്രവർത്തന? ആനോഡിൽ നടക്കുന്ന പ്രവർത്തന. ഞാന് ഒന്നും പറയുന്നില്ല. ഇവിടെ ആനോടും കാതോടൊക്കെ ഉണ്ട്. ആദേശരാസപ്രവർത്തനത്തിൽ ആനോടും കാതോടൊക്കെ ഉണ്ട് അല്ലെ മോളെ? ഇമ്മാതിരി പഠിത്താണ് നിങ്ങളൊക്കെ പഠിക്കുന്നത്. ആദേശരാസപ്രവർത്തനം എടുത്തപ്പോ എഴുതിയിട്ടുള്ള നോട്ടൊന്ന് എടുത്തു നോക്ക്. അവിടെ ആനോടും കാതോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഈ ആളോടാ ഞാൻ ചോദിക്കുന്നത്, പറഞ്ഞിട്ടുണ്ടോന്ന്. ഇല്ല. പിന്നെ എന്താ അവിടെ എന്ത് പ്രവർത്തനം നടക്കുന്നത്? ഓക്സീകരണാവസ്ഥ അതാണ് നടക്കുന്നത് അല്ലെ? ആദേശരാസപ്രവർത്തനത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ എഴുതിയത്? ഒന്ന് വായിച്ചേ. ആ ഭാഗത്തെ നോട്ട് എടുത്താട്ടെ, എങ്കിലും നോക്കിയിട്ടൊന്നെങ്കിലും ഒന്ന് വായിക്കേ. നിഹാൽ റഹ്മാൻ ആൻസർ പറയാനാണോ മൈക്കോണാക്കി വെച്ചത്? ആദേശരാസപ്രവർത്തനത്തില് എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് ഉള്ളത് എന്നാ ചോദിച്ചത്. ഞങ്ങളോട് വീണ്ടും പറയാണ്, ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിയാവുന്നവർ മാത്രം കൈപൊക്കി നിന്നാൽ മതി, അല്ലാത്തൊരു കൈതാരികൂടെ. ഇനി ആരെങ്കിലും വെറുതെ കൈപൊക്കിയായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ ചോദ്യം ചോദിച്ച് ആൻസർ തെറ്റിച്ചാണ് പറയുന്നത് എങ്കിൽ ഒരു 100 പ്രാവശ്യം നിങ്ങൾ നോട്ട് എഴുതാന്നുള്ളത് ഞാൻ പറയും. ഇവിടെ ഈ 3rd ചാപ്റ്റർ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സാധനം ഒന്നല്ല. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എന്താ പറയാ, ഉത്തരം തെറ്റിച്ചു പറയാനേ നിങ്ങൾ നിൽക്കുന്നുള്ളൂ എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ നോക്കിയിട്ടില്ല. എന്ത് ഡിസ്കഷൻ ഞങ്ങളൊക്കെ നടത്തല്? ഇനി ആരും കൈ താഴ്ത്തും വേണ്ട, പൊക്കും വേണ്ട, കഴിഞ്ഞു. ഇനി ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 250 പ്രാവശ്യം പിടിച്ചുകൊണ്ടി. ഓക്കെ, ഈ കൈ പൊക്കിയ ആളുകൾക്കൊക്കെ എന്തറിയാം?
ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതാൻ അറിയാം എന്നാണ് പറയുന്നത്. ശരി, ആദില SP മൈക്കോണക്ക. ആള് പോയി. അത് ഏത് ഗ്രൂപ്പാണ് നോക്കട്ടോ. ഷൈമ മോൾ. ഷൈമ മോൾ. നാജിയ നസ്രീൻ KK. ഷൈമ മോള് ഉത്തരം പറയുന്നില്ലെങ്കിൽ കൈ താഴ്ത്തിക്കട്ടോ. ഷൈമ മോൾ ഉത്തരം പറയുന്നില്ലെങ്കിൽ കൈ താഴ്ത്തുക. അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ റെഡി അല്ലെങ്കിൽ. സഫ നമ്പർ 48 സഫ. ഇരുപത്തിനാല് ജിൻശ്രീ. ഞാൻ പോവാണേ, നിർത്തി പോവാട്ടോ. നിങ്ങൾ എന്താ ചെയ്തോളി. മാഷക്ക് വിളിച്ചു പറഞ്ഞോളാം. നിങ്ങളെല്ലാരും ഈ ഏർപ്പാട് എടുക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ഈ കൈ പൊക്കിയ ആൾക്കാര് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന ആളുകൾ മാത്രം കൈ പൊക്കിയാൽ മതി. പിന്നെ ഈ പേര് വിളിക്കുമ്പോ കൈ പൊക്ക പിന്നെ എന്താ പറയാ, മൈക്കോണാക്കാത്തവരൊന്നും ഇതിൽ കൈ പൊക്കി നിൽക്കണ്ടാന്ന്. ഈ സഫിൻ ജിൻഷിലൊക്കെ എന്തിനാ കൈ പൊക്കി നിൽക്കുന്ന അവിടെ? ഉത്തരം പറയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ മൈക്കോണാക്കുന്നില്ല എങ്കിൽ എന്തിനാണ് കൈ പൊക്കുന്നത്? ചൈത്ര KP. ചൈത്ര KP. അമാന PK. ഹലോ സർ. യെസ്. ആദേശ രാസപ്രവർത്തനത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ എഴുതാറുള്ളത്? ഓക്സീകരണം, പിന്നെ നിരോക്സീകരണം, റിഡോക്സ് പ്രവർത്തനം. റിഡോക്സ് പ്രവർത്തനം. ഇങ്ങനെ 3 പ്രവർത്തനങ്ങളാണ് നമ്മൾ എഴുതാറുള്ളത്. ഈ ചോദ്യത്തിൽ ചോദിച്ചത് ഏത് പ്രവർത്തനമാണ്? ഓക്സീകരണ പ്രവർത്തനം. ഓക്സീകരണം. അത് ഏതാ പ്രവർത്തനം? ഇവിടെ നടന്ന ഓക്സീകരണ പ്രവർത്തനം. Fe gives Fe2+ + 2 ഇലക്ട്രോൺ. ഓക്കെ, വെരി ഗുഡ്. ഇതിലെ നിരോക്സീകരണ പ്രവർത്തനം ഏതാണ്? Cu2+ + 2 ഇലക്ട്രോൺ gives Cu. 2 ഇലക്ട്രോൺ gives Cu. റിഡോക്സ് പ്രവർത്തനം. Fe + Cu2+ gives Fe2+ + Cu. Fe2+ + Cu. ശരി, ഇതാണ് ഇവിടെ നടന്ന ഈ പ്രവർത്തനം. ഇതിൽ ആകെ ചോദിച്ചത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാനാണ്. അതാണ് ഇത്രയും മുക്കി മൂളിയൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞത്. കറക്റ്റ് മനസ്സിലാക്കാതെ പഠിച്ചുകൊണ്ടാണ്. ഒരു ആദേശ രാസപ്രവർത്തനം എന്താണ് എന്നുള്ളത് പഠിക്കാൻ ഈ 3 പ്രവർത്തനങ്ങൾ എഴുതാൻ അറിയണം എന്നേ ഉള്ളൂ. അതേപോലെ ഈ രാസപ്രവർത്തനം എഴുതാനും അറിയണം. അപ്പൊ ഇനി എന്താ പറയാ, നമ്മള് പിന്നെ ഈ Fe-യുടെ സ്ഥാനത്ത് നമ്മള് ഇട്ടത് സിങ്ക് ആണ് എങ്കിൽ, സിങ്ക് ഇവിടെയൊക്കെ Zn ആയിട്ട് വരും. Fe-യുടെ സ്ഥാനത്തൊക്കെ Zn ആയിട്ട് വരും. അതാണ് സംഭവിക്കുക.
ഓക്കെ, ഈ മാറ്റങ്ങളേ ഉള്ളൂ. ഇത് പഠിക്കാനാണ് ഇപ്പൊ 25 ആൾക്കാരാണ് കൈപൊക്കിയത്. ഈ 25 ആളും ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം എന്നുള്ളത് മനസ്സിലാക്കുന്നു. അല്ലാത്തവര് കൈ താഴ്ത്തി വെച്ചോളാം. ഞാൻ ചോദ്യം ചോദിക്കുമ്പോ മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്തവരൊന്നും ഇതിൽ വേണ്ട കേട്ടോ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോ മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്തവരൊന്നും ഇതിൽ വേണ്ട. പറയാം. ഈ ഗാൽവനിക് സെല്ല് സർ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ആ ക്ലാസ്സിന് ഇരുന്നിട്ടില്ലായിരുന്നു. ക്ലാസ്സിന് ഇരിക്കാത്ത എന്തുകൊണ്ടാ? എനിക്ക് തലവേദനയായിരുന്നു. ആ ലിങ്ക് പിന്നെ സർ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു ഷാദിൽ സാറ്. അപ്പോ പിന്നെ എന്താ പറയാ, നിങ്ങൾ ഡിസ്കഷൻ നടത്താറില്ലേ നിങ്ങളെ ഗ്രൂപ്പിൽ? ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പോ കെമിസ്ട്രി ക്ലാസ് ഇന്ന് വെക്കാന്നാ പറഞ്ഞിരുന്നത്. എങ്ങനെ? കെമിസ്ട്രിന്റെ ഡിസ്കഷൻ ക്ലാസ് ഇന്ന് ഉച്ചയ്ക്കാണ് പറഞ്ഞിരുന്നത്. അതെ. അപ്പൊ ആ സമയത്ത് പിന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചോളാം കേട്ടോ. നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ കവർ ചെയ്യും. ക്വസ്റ്റ്യൻസ് പിന്നെ പരമാവധി ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്ന സമയത്ത് ഈ വന്ന ആൾക്കാരെങ്കിലും ഉത്തരം പറയണ്ടേ? അതുമില്ല. ഓക്കെ. ഈ കൈ പൊക്കിയ ആളുകൾ മുഴുവനും ചോദ്യം ചോദിച്ചാൽ മൈക്ക് ഓൺ ആക്കാനും ഉത്തരം പറയാനും റെഡി ആയിട്ടുള്ള ആളുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാത്തവരോടെ കൈ പൊക്കി നിൽക്കണ്ട, കൈ താഴ്ത്തി നിന്നോളാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന് താഴെയുള്ള ബോക്സിൽ തന്നിരിക്കുന്ന ലോഹങ്ങളും ലായനികളും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് ലോഹങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ, സിൽവർ, CuSO4 ലായനി, MgSO4 ലായനി. ഇതാണ് ബോക്സിൽ തന്നിട്ടുള്ള ആളുകൾ. ശരി, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ, ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നതിന് ശരിക്കും ശ്രദ്ധിച്ചോളാം. കൈ പൊക്കിയ ആൾക്കാരും പൊക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ പൊക്കാത്ത ആൾക്കാരൊക്കെ കുറഞ്ഞാണ്. പൊക്കിയ ആളുകളുടെ എണ്ണം കുറഞ്ഞാണ്. 4 ആൾക്കാർ വീണ്ടും കൈ താഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെന്താ പറയാ, കൈ പൊക്കിയ ആൾക്കാരുടെ ഒക്കെ ചോദ്യം വരും. പിന്നെ ഇതിന്റെ അടിയിൽ കൈ പൊക്കാനും അതിന്റെ അടിയിൽ കൈ താഴ്ത്താനും നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാത് ഗ്രൂപ്പ് ലീഡർമാരോട് ഞാൻ ചോദിക്കും ചെയ്യും. ആരാണ് 25 ആള് നേരത്തെ ഉണ്ടായിരുന്നു, ഈ 4 ആൾക്കാർ ആരാണ് കൈ താഴ്ത്തിയത് എന്നുള്ളത് ഗ്രൂപ്പ് ലീഡർമാർ എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ. ഒരു ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നതിന് മുകളിൽ തന്നിരിക്കുന്നവയിലെ എന്ന് വെച്ചാൽ ഈ ബോക്സിൽ തന്നിരിക്കുന്നവയിലെ ഏതെല്ലാം ലോഹങ്ങൾ ആണ് തെരഞ്ഞെടുക്കുക? ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നതിന്, ഗാൽവനിക് സെൽ ശരിക്കും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഗാൽവനിക് സെൽ നിർമ്മിക്കുന്നതിന് ബോക്സിൽ നൽകിയിരിക്കുന്ന ഏതെല്ലാം ലോഹങ്ങളെയാണ് തെരഞ്ഞെടുക്കുക? ചോദ്യത്തിന് ഉത്തരം മതി കേട്ടോ. ഏതെല്ലാം ലോഹങ്ങളെയാണ് തെരഞ്ഞെടുക്കുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതില് ആൻസർ പറയേണ്ടത് ഷാമിൽ മിർഷാദ് ആൻസർ പറയാം. ഹലോ, പറയാം. CuSO4 ലോഹം Cu, MgSO4 ലോഹം Mg. എന്റെ ചോദ്യത്തിന് ഉത്തരം മതിയെന്ന് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. ഏതെല്ലാം ലോഹങ്ങളാണ് തെരഞ്ഞെടുക്കുക ഈ ഗാൽവനിക് സെൽ നിർമ്മിക്കുക? മഗ്നീഷ്യനും കോപ്പറും. അതാണ് ആൻസർ പറയേണ്ടത്, വേറെ ഒന്നും പറയണ്ട. ഓക്കെ. മെഗ്നീഷ്യം, അതേപോലെ കോപ്പർ. യെസ്, 1 മാർക്ക് കിട്ടി. മൈക്ക് ഓഫ് ആയിക്കോ. ഓക്കെ. അടുത്തത് നുബുല ടി പി. മൈക്ക് ഓൺ ആക്കി വെച്ചോളാം. ഓക്കെ. ഈ സെല്ലിലെ ആനോഡ് കാഥോഡ് ആരാണ്? ആനോഡ് ആര്, കാഥോഡ് ആര്? ഈ സെല്ലിലെ ആനോഡ് ആര്, കാഥോഡ് ആര്? Mg ആനോഡും മെഗ്നീഷ്യം ആനോഡ് എന്നാണ് പറയുന്നത്. Cu കാഥോഡ്. എന്തുകൊണ്ടാ മെഗ്നീഷ്യം ആനോഡായത്? ക്രിയാശീലം കൂടിയതല്ലേ?
ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ളത് ആനോഡും താഴെയുള്ളത് കാഥോഡും ആയിരിക്കും. മുകളിലുള്ളതിന് ക്രിയാശീലം കൂടുതലും താഴെയുള്ളതിന് ക്രിയാശീലം കുറവും ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ശരി. അടുത്തത് ആര്യമോൾ, മൈക്കോണാക്ക. ആര്യമോൾ. Hello. യെസ്. ഇനി ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനം എഴുതുക. ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനം എഴുതുക. ഒന്ന് പറഞ്ഞേ റിഡോക്സ് പ്രവർത്തനം. പുസ്തകത്തിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കിയിട്ട് പറഞ്ഞാലും മതി. റിഡോക്സ് പ്രവർത്തനം. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മള് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇത് പറയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഗാൽവനിക് സെല്ലിൽ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കുക എന്നുള്ളത്. റിഡോക്സ് പ്രവർത്തനം എഴുതുക. G plus mg പ്ലസ് Cu2 plus Cu2 പ്ലസ് gives Mg2 plus പറയുകയാണെങ്കിൽ വേഗം പറയട്ടാ. mg2 പ്ലസ് പ്ലസ് Cu. വെരി ഗുഡ്. ഇതാണ് റിഡോക്സ് പ്രവർത്തനം. വെരി ഗുഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാൽവനിക് സെല്ല് കിട്ടിക്കഴിഞ്ഞാല് ആനോഡ് ഏത് കാഥോഡ് ഏത്, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം, കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം, റിഡോക്സ് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗാൽവനിക് സെല്ലിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ഇതിൽ എന്തൊക്കെയാ ചോദിച്ചു? ആനോഡ് ചോദിച്ചു, കാഥോഡ് ചോദിച്ചു, റിഡോക്സ് പ്രവർത്തനം ചോദിച്ചു. ചില സമയങ്ങളിൽ വേറെ 3 ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ആനോഡ് കാഥോഡ്, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം, കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം, റിഡോക്സ് പ്രവർത്തനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗാൽവനിക് സെല്ലിൽ ചോദിക്കാറുള്ളത്. ആദേശരാസപ്രവർത്തനം പഠിച്ച ആൾക്കാർക്ക് ഇതൊരു വലിയ സംഭവം ഒന്നല്ല. അപ്പൊ ശരിക്കും നോക്കി വെച്ചോളാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? MgCu സെല്ലിലെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാം. MgCu സെൽ, ആനോഡ് കാഥോഡ് ഇങ്ങനെ എഴുതിയാട്ട് വേഗം എഴുതി വെക്കാം. നേരത്തെ എഴുതിയതാണെങ്കിലും എഴുതാത്തതാണെങ്കിലും ഒക്കെ. ആദിത്യ ആരാണ് എന്താണ് പറഞ്ഞപ്പോ? ആദിത്യ EK, മൈക്കോണാക്കാം. ആദിത്യ EK. യെസ്, ഒന്ന് പറഞ്ഞേ. ആ MgCu സെല്ലിലെ ആനോഡ് ഏത് പറയും? Mg. ബാക്കിയൊക്കെ പറഞ്ഞോ, ഞാൻ ഓരോന്ന് ചോദിക്കാൻ നിക്കണ്ടേ. ആനോഡ് Mg, കാഥോഡ് Cu. Mg നടക്കുന്ന പ്രവർത്തനം Mg gives Mg2 plus. Mg നടക്കുന്ന പ്രവർത്തനമല്ല, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം. Mg gives Mg2 plus 2 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം Cu2 plus 2 ഇലക്ട്രോൺ gives Cu. റിഡോക്സ് പ്രവർത്തനം Mg plus Cu2 plus Mg2 plus Cu. തെറ്റാണേ. ഗീവ്സ് ഉള്ളിടത്ത് പ്ലസ് പറഞ്ഞാൽ ഉത്തരം തെറ്റൂട്ടോ. റിഡോക്സ് പ്രവർത്തനം ഒന്നും കൂടി പറയും. Mg plus Cu2 plus gives Mg2 plus Cu. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, ഈ കൈപൊക്കാത്ത ആളുകൾ മിണ്ടാതെ ഇങ്ങനെ എഴുതാതെ ഇരുന്ന് ഒക്കെ നിന്നാല് ഇനിയും നിങ്ങൾ കൈപൊക്കാതെയും പഠിക്കാതെയും പരീക്ഷയ്ക്ക് മാർക്ക് കുറയും. അതേപോലെ കോൺഫിഡൻസ് കുറയും. കോൺഫിഡൻസ് കുറെ കുറവുള്ള ടീമുണ്ട് ഇതിൽ. ഓക്കെ, അത്തരം ആളുകളിലൊക്കെയാണ് കൈപൊക്കാത്തത്.
അതെനിക്കറിയാഞ്ഞിട്ടല്ല. ഓക്കെ, ശരി. ഈ ചാപ്റ്ററിന് 2019 മാർച്ചിൽ ചോദിച്ച, എന്ന് വെച്ചാൽ 2019 പബ്ലിക് എക്സാമിന് ചോദിച്ച 2 മാർക്കിൻ്റെത് ആദ്യം ചെയ്തു, ഇപ്പൊ അത് 3 മാർക്കിൻ്റെതും ചെയ്തു. 5 മാർക്കിന് പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് പരീക്ഷക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് 2019 മാർച്ചിൽ ചോദിച്ചിരുന്നത്. ഇനി അതിലെ മോഡൽ എക്സാമിന് ചോദിച്ചത്, 2019 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏതാനും mg ക്രിയാശീലം കൂടുതലാണ് സിങ്കിനേക്കാൾ, ക്രിയാശീലം കൂടുതലാണ് Fe-യേക്കാൾ, ക്രിയാശീലം കൂടുതലാണ് Cu-വിനേക്കാൾ. വലുതാണ് എന്നുള്ള ചിഹ്നം എന്ന് പറഞ്ഞാൽ കൂടുതലാണ് എന്നുള്ളതും പറയാം. ഓക്കെ, ഇതാണ് തന്നത്. എന്നിട്ട് ഇവയിൽ നേർത്ത HCl-ലുമായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഇടയില്ലാത്ത ലോഹം ഏത്? ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നേർത്ത HCl-ലുമായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഇടയില്ലാത്ത ലോഹം ഏത്? ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് ആസിഡുമായുള്ള പ്രവർത്തനം എന്നുള്ളിടത്ത് പഠിച്ചതാണ്. ആസിഡുമായുള്ള പ്രവർത്തനം എന്നുള്ളിടത്ത് പഠിച്ചതാ. ഷംനാക്കെ മൈക്കോണാക്ക, ഷംനാക്കെ. ഹലോ. യെസ്, ഈ കൂട്ടത്തിൽ ആസിഡുമായി പ്രവർത്തിക്കാത്തത് ഏതാണെന്നാ ചോദിച്ചത്. Cu. വെരി ഗുഡ്, Cu. എന്ന് വെച്ചാൽ രാസപ്രവർത്തനം തീരെ കുറവുള്ള ആള് Cu ആണ്. ഇങ്ങനെ കണ്ടോ, MgZnFe Cu. Cu-വിനാണ് പ്രവർത്തിക്കാൻ, ആസിഡുമായി പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്തത്. വെരി ഗുഡ്. ഓക്കെ, അതില് ബി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ZnSO4 ലായനിയിൽ, ZnSO4 ലായനിയിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം റിബൺ മുക്കി വച്ചിരിക്കുന്നു. മെഗ്നീഷ്യം റിബൺ മുക്കി വച്ചിരിക്കുന്നു. അപ്പോൾ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തെ കാണിക്കുന്ന സമവാക്യം എഴുതുക എന്നാണ്. ഇവിടെ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. ഈ റിഡോക്സ് പ്രവർത്തനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിഡോക്സ് പ്രവർത്തനത്തിന്റെ ഒന്ന് ജസ്റ്റ് നോട്ട് ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക. ഈ പറഞ്ഞ കാര്യം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കാണണം. ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിന്റെ ജസ്റ്റ് ചെയ്ത രീതി എന്ന് വെച്ചാൽ, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരണം. ഓക്കെ, അല്ലാതെ കുറെ കഴിഞ്ഞിട്ടല്ല. ഇത് കഴിഞ്ഞാൽ ഉടനെ ഈ നിങ്ങൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ നോട്ട് നിങ്ങൾ എഴുതി അയച്ചു തരണം. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണം എന്ന് ഞാൻ പറയണില്ല. ഞാൻ ബോർഡമ്മൽ എഴുതുന്നതും അതേപോലെ ആൻസർ നിങ്ങൾ എന്താണോ എഴുതിയത് അത് എല്ലാം കൂടിയിട്ട്, നിങ്ങളെ എങ്ങനെയാണോ അത് കണ്ടെത്തിയിട്ടുള്ളത് അതെല്ലാം കൂടിയിട്ട് പിന്നെ എഴുതി അയച്ചു തരണം. ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട്. ഒരു 2 ആള് കൈ താഴ്ത്തിയിട്ടുണ്ട്. അത് ആരാണെന്നുള്ളത് ആ ലീഡർ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഓക്കെ, ഇതിലെ റിഡോക്സ് പ്രവർത്തനം ഏതാണ് എന്നുള്ളതാണ് അത് പറയേണ്ടത്. നിങ്ങൾ നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, അപ്പൊ ഏകദേശം കിട്ടും. സമയമൊക്കെ ഞാൻ തരും, എഴുതേണ്ട സമയമൊക്കെ ഞാൻ തരും. നിതാക്കെ മൈക്കോണാക്ക, നിതാക്കെ മൈക്കോണാക്ക. Zn plus Mg2 plus gives Zn2 plus Mg. അല്ല, ഇങ്ങനെയാണോ? എന്നാ തെറ്റാണേ കേട്ടോ, എഴുതിയ തെറ്റാണ്. ഫഹ്മ അഷ്റഫ്. ഹലോ സാറേ, Zn2 അല്ല, Zn പ്ലസ് ആരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? പറയ്. Zn plus Mg2 plus gives. സാർ ഞാൻ ഒന്നുകൂടി എഴുതി നോക്കട്ടെ, ഞാൻ എഴുതി ഫുള്ളായില്ലേ. അനുമോൾ പി പറയാം. ഹലോ. പറയാ. Zn plus Mg2 plus gives Zn2 plus Mg. ഫിദ ഉമ്മർ പറയാം. കേൾക്കുന്നില്ല, മൈക്ക് ഓൺ ആക്കി പറയും. ഈ എന്താ ഇയർഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ?
ആ ഇയർഫോൺ ഒഴിവാക്ക്. ഇനി പറയും. ഹലോ. ആ ഇപ്പോഴാണ് കേൾക്കുന്നത്. പറയും. അന്റെ ഇയർഫോണിന്റെ മൈക്ക് കേടാണ് കേട്ടോ. പറഞ്ഞോ. mg plus zn 2 plus gives mg 2 plus zn. Very good, very good. mg plus zn 2 plus gives mg 2 plus zn. Okay. ഇതാണ് റിഡോക്സ് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. ഇത് പറയാൻ കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന ഓക്സീകരണത്തിന്റെ രാസസമവാക്യം mg gives mg 2 plus 2 ഇലക്ട്രോൺ എന്നാണ്. നിരോക്സീകരണത്തിന്റെ രാസസമവാക്യം എന്താണ്? Zn 2 plus 2 ഇലക്ട്രോൺ gives Zn എന്നാണ്. അപ്പൊ റിഡോക്സ് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം ഇതായിരിക്കും, അല്ലാതെ തിരിച്ചല്ല പറയേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഓക്കെ, ഇതാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത്. ഇതും ആണ് എഴുതേണ്ടത്. ശരി, ഇതിൽ ഡൗട്ടുള്ള ആൾക്കാർക്ക് ചോദിക്കട്ടോ. ഈ കൈ പൊക്കാത്ത ആൾക്കാർക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കാം. ഈ കൈ പൊക്കാത്ത ആൾക്കാർക്ക് ഞാൻ വലിയൊരു സമ്മാനം കണ്ടുവച്ചിട്ടാണ് എന്താ പറയാ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തു പോകുന്നത്. അത് ഈ നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം മൈക്ക് ഓൺ ആക്കൂല, അതേപോലെ ആൻസർ പറയില്ല, അത്തരം ആളുകളാണല്ലോ. ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ചാൻസും കൂടി ഞാൻ തരും. ഈ ഒരു വർഷത്തും കൂടി ചെയ്തു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ മോഡൽ എക്സാമിന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരു ഗാൽവനിക് സെല്ലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നോട്ടൊന്നും എഴുതാതിരിക്കുന്ന മഹാന്മാരും മഹതികളും ശ്രദ്ധിച്ചോളാം. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നോട്ട് അയക്കാത്ത ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കും. ഓക്കെ, ഗാൽവനിക് സെല്ലിന് 2 ബീക്കർ വേണം. അതിൽ ഓരോ ലായനികളുണ്ട്. ഒന്നാമത്തേലുള്ളത് MgSO4. അപ്പൊ ഇതിൽ ആരാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാം. Mg ആണുള്ളത്. രണ്ടാമത്തെ ബീക്കറിലുള്ളത് Fe. അതുകൊണ്ട് ഇതാരായിരിക്കും? പറഞ്ഞോളൂ. ഇതാരായിരിക്കും? പറഞ്ഞോളൂ. FeSO4 ലായനി ആണ്. ഓക്കെ, 2 ഇലക്ട്രോഡുകളെയും പരസ്പരം ഒരു വോൾട്ട് മീറ്റർ വഴി ബന്ധിപ്പിച്ചു. ദെൻ സാൾട്ട് ബ്രിഡ്ജ് വെച്ചു. 2 ലായനികളെയും പരസ്പരം ബന്ധിപ്പിച്ചു. സാൾട്ട് ബ്രിഡ്ജ് ഇതിന്റെ ഇവിടെ എഴുതണം, സാൾട്ട് ബ്രിഡ്ജ്. ഇത്രയും ആയാൽ ചിത്രം പൂർത്തിയായി. ക്വസ്റ്റ്യൻ എ ഇതാണ്. അപ്പൊ അത് പറയേണ്ടത് ആരാണെന്ന് വെച്ചാല് അഞ്ജന VP. മൈക്കോണക്ക. അഞ്ജന VP. യെസ്. ഇതിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ലോഹ ഇലക്ട്രോഡിലാണ്? ഇവിടെ 2 ഇലക്ട്രോഡാണ്. Mg ഇലക്ട്രോഡ്, Fe ഇലക്ട്രോഡ്. എസ് പറഞ്ഞോളൂ. ഓക്സീകരണം നടക്കുന്നത് ഏത് ലോഹ ഇലക്ട്രോഡിലാണ്? പറയാം. Mg. എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്? Mg ആണ് ക്രിയാശീല ശ്രേണിയിലെ മുകളിൽ. വെരി ഗുഡ്. ഇതിൽ ആനോഡ് കാഥോഡ് എന്ന് ചോദിച്ചാൽ ആനോഡ് ഏതാ, കാഥോഡ് ഏതാ? Mg ആനോഡ്, Fe കാഥോഡ്. വെരി ഗുഡ്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. അപ്പൊ ഓക്സീകരണം നടക്കുന്നത് ഏത് ലോഹ ഇലക്ട്രോഡിലാണ്? Mg-യിൽ. കാരണം ക്രിയാശീല ശ്രേണിയിൽ മുകളിലാണ് Mg. Fe അതിന് താഴെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അങ്ങോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ റനീഹ ജബിൻ എൻ. മൈക്കോണാക്ക. ഹലോ.
റനീഹ Hello. ജബിൻ. യെസ്, വെരി ഗുഡ്. ഹലോ. ഏത് ലോഹത്തിൽ നിന്നും ഏത് ലോഹത്തിലേക്കായിരിക്കും ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത്? ഏത് ലോഹത്തിൽ നിന്നും ഏത് ലോഹത്തിലേക്കാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത്? പറയാം. ഒന്നും കൂടി. എന്തുകൊണ്ടാണ് Mgയിൽ നിന്ന് Feയിലോട്ടാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നത് എന്ന് പറയുന്നത്? Mgക്ക് നെഗറ്റീവ് ചാർജ്. Mgക്ക് നെഗറ്റീവ് ചാർജ് ആണ്, Fക്ക് പോസിറ്റീവ് ചാർജ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചാൽ എങ്ങനെയാ പറയാ നമ്മള്? ക്രിയാശീലം കൂടിയ ഇലക്ട്രോഡിൽ നിന്ന് ക്രിയാശീലം കുറഞ്ഞ ഇലക്ട്രോഡിലേക്കാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുക. ഓക്കെ, എന്നുവെച്ചാല് ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ലോഹത്തിൽ നിന്നും താഴെയുള്ള ലോഹത്തിലാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുക. അപ്പോൾ Mgയിൽ നിന്നും Feയിലോട്ടാണ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം, സുദേവ് എം. ഹലോ സുദേവ് എം. ഹലോ. കാതോടായി പ്രവർത്തിക്കുന്ന ലോഹമേത്? കാതോടായി പ്രവർത്തിക്കുന്ന ലോഹമേത്? പറയാ. Fe. സുദേവ് പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, ഇയർഫോണ്? ആ, അതങ്ങനെ പിടിച്ചിങ്ങനെ കറക്കരുത്. സൗണ്ട്, വേറെ സൗണ്ട് വരുന്നുണ്ട്, മനസ്സിലായോ? അത് എന്താ പറയാ, അനക്കാതെ പിടിച്ചിട്ട് വേണം. അതിന്റെ മൈക്കുമേൽ പിടിക്കാൻ പാടില്ല, ആ വള്ളിമേലാണ് പിടിക്കേണ്ടത്. എന്നിട്ട് പറയും എന്താ ആൻസർ? ആ, ഹൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ട് ഒക്കെയാണ് കേൾക്കുന്നത്. Fe അല്ല, സൗണ്ട് കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, സൗണ്ട് കൂട്ടി തന്നെയാണ് പറയേണ്ടത്. മൈക്ക് വായോടെ അടുപ്പിക്കണം. അയിമക്ക് ഊതല്ല വേണ്ടത്. ഊതി കഴിഞ്ഞാല് വേറൊരു സൗണ്ട് ആയിട്ടാണ് ബാക്കിയുള്ളവർക്ക് കേൾക്കാം. അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, Fe ആണ് കാതോടായി പ്രവർത്തിക്കുന്ന ലോഹം. ശരി, ഇനി അടുത്ത ചോദ്യം. ലിൻഷ പി കെ. ഹലോ. സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തെ കാണിക്കുന്ന സമവാക്യം എഴുതുക. റിഡോക്സ് പ്രവർത്തനത്തെ കാണിക്കുന്ന സമവാക്യം എഴുതുക. Mg plus Fe2 plus gives Mg2 plus Fe. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 മാർക്കും നമ്മൾ നേടി. പിന്നെ മുമ്പിൽ ഒരു 2 മാർക്കിന്റെ ചെയ്തു. മോഡൽ എക്സാമിന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 2019 മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നത് ടോട്ടൽ. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 5 മാർക്കോ 6 മാർക്കിനോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇന്ന് നമ്മള് പിന്നെന്താ പറയാ, വേറെ ഒരു ചോദ്യം പരിശോധിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നേരത്തെ ആ ഗാൽവനിക് സെല്ല് പറയാൻ പറഞ്ഞ ആളൊക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി മനസ്സിലാക്കി പോകണം. ഇല്ല എങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. അടുത്തത് സിങ്ക് കോപ്പർ സെല്ലിന്റെ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എഴുതാം. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം, സിങ്ക് കോപ്പർ സെല്ലിൽ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എഴുതണം. അപ്പം അത് പറയേണ്ടത് നിയാരാജ് വി കെ. ഹലോ. യെസ്, പറയാം. സിങ്ക് കോപ്പർ സെല്ലിൽ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം. Zinc gives ഞാൻ കേട്ടില്ല കേട്ടോ. Hello. പറയാം. Zn gives Zn 2 plus
പ്ലസ് 2 ഇലക്ട്രോൺ. ഇതാണോ? ഇതാണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. ഇതാണ്, ഇത് ആയിരുന്നു പിന്നെ ഒരു ക്വസ്റ്റ്യൻ. അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലിൽ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് ചില ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി. അത് ഞാനിവിടെ തരുന്നില്ല, ക്രിയാശീല ശ്രേണി നമ്മൾ കാണാതെ പഠിച്ചതാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് എഴുതുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്തു സംഭവിക്കുന്നു? താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? അപ്പോ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എന്തു സംഭവിക്കുന്നു? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം താഴ്ത്തി വെക്കുന്നു. എന്താ സംഭവിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരേണ്ടത്. ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു കഷ്ണം മെഗ്നീഷ്യം താഴ്ത്തി വെക്കുന്നു. ഓക്കെ, ഇത് പറഞ്ഞു തരേണ്ടത് അജിൻ ടി. ഹലോ, യെസ്, പറഞ്ഞോളൂ. പ്രവർത്തനം നടക്കും. പ്രവർത്തനം നടക്കും. അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നാണ് പറയേണ്ടത്. ആദേശ രാസപ്രവർത്തനം. യെസ്. പിന്നെ കോപ്പർ സൾഫേറ്റ് ലായനിയില് ഒരു കഷ്ണം മെഗ്നീഷ്യം താഴ്ത്തി വെക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം നീല നിറമായിരിക്കും. നീല നിറം. മെഗ്നീഷ്യം ഇടുന്നതോടുകൂടി അത് മെഗ്നീഷ്യം സൾഫേറ്റ് ലായനിയായിട്ട് മാറും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആദേശ രാസപ്രവർത്തനം നടന്ന് കോപ്പർ സൾഫേറ്റ് ലായനി മെഗ്നീഷ്യം സൾഫേറ്റ് ലായനിയായിട്ട് മാറുകയും മെഗ്നീഷ്യം ഇട്ട സ്ഥാനത്ത് അത് കോപ്പർ ആയിട്ട് മാറുകയും ചെയ്യും. ഇതല്ലേ സംഭവിക്കുന്നത്? ആണോ അല്ലേ? യെസ്, അതാണ് എഴുതേണ്ടത്. യെസ്, വെരി ഗുഡ്. അടുത്തത് ക്വസ്റ്റ്യൻ ബി. ഒരു കഷ്ണം വെച്ചാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സിൽവർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തി വെക്കുന്നു. ഒരു കഷ്ണം സിൽവർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തി വെക്കുന്നു എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് ആൻസർ പറയേണ്ടത് ബുനയ്യ CT. പറയൂ ബുനയ്യ. ഹലോ, പറയൂ. പ്രവർത്തനം നടക്കുമെങ്കിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? ആദേശ രാസപ്രവർത്തനം. അവിടെ ബെഡ്ന്ന് എണീറ്റില്ലേ? നീച്ചാൽ ഇങ്ങനെ തെറ്റൊന്നും പറയില്ല. സനാമോൾ ആൻസർ പറയാം. സനാമോൾ ആൻസർ പറയാം. സനാമോൾ. മൈക്കോണക്ക. റിഫ. റിഫയാണോ സനാമോൾ ആണോ സംസാരിക്കുന്നത്? എന്താ എത്ര താമസം മൈക്കോണാക്കാന്? ഹലോ, ഇയർഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ? അതൊഴിവാക്ക്. റിഫ അടുത്തുണ്ടോ? റിഫ ഇതാരാണ്? ഇതാരാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? നാഫിൽ മൈക്കോണക്ക്. നാഫിൽ. യെസ്. എന്താണ് ഇത്? ഇവിടെ പിന്നെ ഒരു കഷ്ണം സിൽവർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തി വെക്കുന്നു. എന്താ സംഭവിക്കുന്നത്? അവിടെ ജിങ്ക് എന്തോ പറഞ്ഞോ?
പ്രവർത്തിക്കുന്നില്ല. എന്താ കാരണം? അവിടെ ആവശ്യ രാസപ്രവർത്തനം നടക്കുന്നില്ല. എന്താ കാരണം? അങ്ങനെ അമാന പി കെ പറയും. അമാന പി കെ. ഹലോ സർ. യെസ്. എന്താ അതിന്റെ ആൻസർ വരിക? അവിടെ നടക്കൂലല്ലോ. അത് ആൻസർ പറയും. ആൻസർ എന്നോട് ചോദിക്കല്ലേ. അല്ലെ, ക്രിയാശീല ശ്രേണി വെച്ചിട്ട്. അൻഷ അഷ്റഫ് പറയൂ. ഹലോ. യെസ് പറയൂ. അത് AG ക്രിയാശീല കുറവുള്ളല്ലേ? ആ, അപ്പം നടക്കൂലല്ലോ. ആൻസർ പറയും. ഇങ്ങോട്ട് ചോദിച്ചാട്ട് നടക്കൂലല്ലോ എന്ന് അല്ല പറയേണ്ടത്. കറക്റ്റ് ആൻസർ ആക്കിയിട്ട് പറയും. എന്താ അപ്പൊ സിങ്ക് SO4 കൂടുമ്പം നടക്കൂല. കാരണം പറയാം. ഈ ആദേശ രാസപ്രവർത്തനം എടുത്ത സമയത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ടോ അല്ലേ? ആ, പിന്നെന്തത്ര പറയാൻ എന്തത്ര താമസം? അതിന് കാരണം ചോദിക്കുമ്പോ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പ്രവർത്തനം നടക്കില്ല എങ്കിൽ അവിടെ എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന് ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. വേഗം പറയ്. ആർക്കാ പറയാൻ പറ്റുക? പറയാൻ പറ്റുന്ന ആള് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും. പറയാൻ പറ്റുന്ന ആള് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. ഹലോ. ആ പറയാം. നിയ രാജ്. സിങ്കിന് സിൽവറിനേക്കാള് ക്രിയാശീല കൂടുതലായതിനാല്. വെരി ഗുഡ്. ഒന്നുകിൽ അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ പറയാം? സിങ്കിനേക്കാൾ ക്രിയാശീലം കുറവാണ് ഏജിക്ക്. ഏജിക്ക് ക്രിയാശീലം കുറവാണ് സിങ്കിനേക്കാൾ. അതുകൊണ്ടാണ് ഇവിടെ രാസപ്രവർത്തനം നടക്കാത്തത്. ഇത് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ മുക്കി വെക്കുന്ന ആള് ആരാണോ അയാൾക്ക് ലായനിയിലുള്ള ലോഹത്തെ ആദേശം ചെയ്യാൻ കഴിയണം എന്ന് പറയണമെങ്കിൽ, അങ്ങനെ കഴിയണമെങ്കിൽ ക്രിയാശീല ശ്രേണിയിൽ ആ മുക്കി വെക്കുന്ന ആള് ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ആളായിരിക്കണം. ലായനിയിലുള്ള ലോഹം അതിന് താഴെയുള്ള ആളുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ രാസപ്രവർത്തനം നടക്കും, ഇല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കില്ല. അപ്പൊ കാരണം ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് മുക്കി വെക്കുന്ന ആൾക്ക് ക്രിയാശീലം കുറവാണ് മറ്റേ ആളേക്കാൾ എന്നുള്ളതാണ് പറയേണ്ടത്. അത് കൃത്യമായിട്ട് ആ സമയത്ത് അവിടെ എഴുതി വെച്ചതാണ്. നിങ്ങൾ എന്താണെന്ന് അറിയില്ല. പലരും ഇതൊന്നും കെമിസ്ട്രി നിങ്ങൾ ഡിസ്കഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടത്തുന്നില്ല എന്നൊരു സംശയമുണ്ട് എനിക്ക്. നിങ്ങൾ ഈ ഹിസ്റ്ററിയും ജോഗ്രഫി ഒന്നും ഡിസ്കഷൻ നടത്തിയിട്ട് കാര്യമില്ല, അത് വായിച്ചങ്ങോട്ട് പോയാൽ മതി. പക്ഷേ കെമിസ്ട്രി മാത്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം. ഇതല്ല എങ്കിൽ സംഭവം മുമ്പോട്ട് പോകില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മാത്രം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ വായിച്ചാൽ കിട്ടുന്ന സാധനങ്ങളായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്, അതിൽ ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള സംഗതികളൊക്കെയാണ്. ഈ സാധനം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് മൂന്നും നിങ്ങൾ കറക്റ്റ് ആണോ, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. മറ്റേത് ലാംഗ്വേജുകളാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് ഓർ അറബി അത് ലാംഗ്വേജ് ആണ്. അത് ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ പോയി ഇതൊക്കെ ശരിക്കും എന്താ പറയാ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റണം. അല്ലാതെ ഇതിന് ആൻസർ പറയാൻ പറ്റുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് വൈദ്യുത വിശ്ലേഷണ രീതിയിൽ, സോറി അത് വേറെ അടുത്ത ചാപ്റ്ററിലുള്ളതാണ്, അത് വേണ്ട.
ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏവ. ഇത് രണ്ട് പിന്നെന്താ പറയാ 4 മാർക്കിന്റെ ചോദ്യത്തില് 2 ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, 2 വ്യത്യാസങ്ങൾ. ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും ഒന്ന് നോക്കി വെക്കട്ടോ, ഒന്ന് നോക്കി വെക്കാം. ദെൻ ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏവ. 2 വ്യത്യാസങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഗ്രൂപ്പ് ലീഡർമാര് എന്ന് പറയുന്നത് പിന്നെ B1ന്റെ ലീഡർ ആരാണ്? മൈക്കോൺ ആക്കിയാൽ മതി. B1ന്റെ ലീഡർ. ഹലോ. ഓക്കെ, ഞാൻ ആളെ ഒന്ന് നോക്കട്ടെ. ആരാണ്? ആളാരാ? അജിൻ ടി. അജിൻ ടി. ഓ, കൈ പൊക്കിയ ആളാണ്. വെരി ഗുഡ്. പിന്നെ അപ്പോ അജിൻ അജ്വദ് സ്വാലിഹും ഉണ്ട്. 2 ലീഡേഴ്സ് ആണ് ഉള്ളത്. മൈക്കോണാക്കാത്ത ആളാണ് അജ്വദ് സ്വാലിഹ്. യെസ്. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യാ, അജിനെ നിന്റെ ഗ്രൂപ്പിലെ കൈ പൊക്കിയ ആൾക്കാരെ നീ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാരും എഴുതി വെച്ചിരുന്നു കൈ പൊന്തിച്ച്. ഇപ്പൊ ആരും ഇല്ല അതില് കൈ പൊന്തിച്ചത്. ആരും ഇല്ല. വേണ്ട, ഒഴിവാക്കി. വേണ്ട, നിന്റെ ഇതിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. വേറെ ആരും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ മൈക്കോൺ ആക്കിയിട്ട് പറയണം. ഇല്ല. B2 ഗ്രൂപ്പിന്റെ ലീഡർ ആരാണ്? B2 ഗ്രൂപ്പ്. ഹലോ. യെസ്, പേര് പറയൂ. സുദേവ്. സുദേവോ, വെരി ഗുഡ്. ഇതിലുണ്ട്. ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? കൈ പൊക്കിയ കൂട്ടത്തില്? ഇപ്പോഴാണ് നോക്കണം. ഞാൻ ഉണ്ടല്ലോ അജിന്റെ ഗ്രൂപ്പില്. അത് അജ്വദിന്റെ ഗ്രൂപ്പാണ്. ഹലോ. ഹലോ. ഒരാളുണ്ട്. അയാള് ഞാനും ഉൾപ്പെടെ നോക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഇനി B3 ഉണ്ടോ? B3 ഉണ്ടോ ഗ്രൂപ്പ്? ഇല്ല. ഇനി G1. ഇനി G1 ഗ്രൂപ്പിന്റെ ലീഡർ. ഹലോ. യെസ്, നോക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ കൈ പൊക്കിയ ആൾക്കാരെ? ഓക്കെ. G2. ഹലോ. ആരാണ് ആള്? യെസ്, ഓക്കെ, നോക്കിയിട്ടുണ്ടല്ലോ അല്ലെ? G3. ഹലോ. ഹലോ. ആരാണ്? ഓക്കെ, റെഡി ആണല്ലോ അല്ലെ? നോക്കിയില്ലേ? G4. ഹലോ. യെസ്, ഓക്കെ, നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്. G5. ഹലോ. അവിടെ ആളവിടെ? ഷംന. ഓക്കെ, റെഡി ആണല്ലോ. G5 വരെയുള്ളോ? ഇനിയുണ്ടോ? G5 വരെയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആരൊക്കെയാണ് കൈ പൊക്കുക എന്നുള്ളത് നോക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ആളുകള് കൈ താഴ്ത്തുക. ഈ ആളുകൾ കൈ താഴ്ത്തുക. എല്ലാവരും കൈ താഴ്ത്തുക. ഷാമിൽ മിർഷാദ് കൈ താഴ്ത്തിയില്ലേ? ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യന്റെ എന്ന് വെച്ചാൽ വൈദ്യുത വിശ്ലേഷണ സെല്ലും ഗാൽവനിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, 2 വ്യത്യാസങ്ങൾ പറയാൻ അറിയാവുന്നവര് കൈപൊക്കുക. 2 വ്യത്യാസങ്ങൾ പറയാൻ അറിയാവുന്നവര് കൈപൊക്കുക. ഓക്കെ, മതി. കൈ പൊക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊക്കണം. ഞാൻ ഏറ്റവും അവസാനം പൊക്കുന്ന ആളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 2ന്റെ ഓരോന്നിച്ചാണോ അതോ 2ന് 2 2 വ്യത്യാസങ്ങൾ പറയുക എന്ന് പറഞ്ഞപ്പോ ഇനി 2ന്റെ ഓരോ നിശ്ചയാണ് ഒക്കെ ചോദിക്കണോ? ഓക്കെ. സിനാൻ പി സി മൈക്കോണാക്കാം. ഈ സിനാൻ പി സി ആരുടെ ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് ലീഡർ പറയാ. സിനാൻ പി സി ആരുടെ ഗ്രൂപ്പിലാണ്? ഹലോ. ആരുടെ ഗ്രൂപ്പാണ്? B2.
B2 ആരാ ആരാ സംസാരിക്കുന്നപ്പോ? സുദേവ്. ആ സിനാൻ PC എന്താ ഇങ്ങനെയാണോ? മൈക്ക് ഓണാക്കലില്ലേ? മൈക്കോണൊക്കെ ആക്കലുണ്ട്. ഓണാക്കലുണ്ട്. ചിലപ്പോ റേഞ്ച് ഉണ്ടാവില്ല, കുരുക്കലമ്പാടാണ്. അത് ഇനി എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്താള്. നിഷ്വ PK മൈക്ക് ഓണാക്ക. നിഷ്വ PK. ഹലോ, യെസ് പറയൂ ആൻസർ. ഗാൽവാനിക് സെല്ലില് മോളെ ഇയർഫോൺ ഉണ്ടോ? ഇയർഫോൺ ഉണ്ട്. ഒന്നുകിൽ അതിന്റെ മൈക്ക് വായോട് അടുപ്പിച്ച് പിടിക്കുക. അതിനൊരു മൈക്ക് ഉണ്ട്, അത് വായൊക്കെ അടുപ്പിച്ച് പിടിക്കും. ഹലോ, പറയ് ആൻസർ പറയ്. ഗാൽവാനിക് സെല്ലില് ആനോഡ് കാഥോഡൊക്കെയാണ്. ആദേശ രാസപ്രവർത്തനത്തില് ഓക്സീകരണം നിരോക്സീകരണം. പറ്റൂല, തെറ്റാണ്. അത് പറയേണ്ട ആവശ്യമില്ല. പറ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വ്യത്യാസങ്ങളാണ് പറയേണ്ടത്. ഏതാ രണ്ടാമത്തെ വ്യത്യാസം? എന്താ കണ്ടുപിടിച്ചത്? സാൾട്ട് ബ്രിഡ്ജ് ഗാൽവാനിക് സെല്ലിൽ സാൾട്ട്. ഷദാക്കെ പറയാ. ഷദാക്കെ ഗാൽവാനിക് സെല്ലില് ആനോഡിന്റെ ചിഹ്നം നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. വൈദ്യുത വിശ്ലേഷണ സെല്ലില് ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ പിന്നെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന സംവിധാനമാണ് ഗാൽവാനിക് സെല്ലില്. വൈദ്യുതി വിശ്ലേഷണത്തില് വൈദ്യുതി കടത്തി വിടുമ്പോ രാസമാറ്റത്തിന് വിധേയമാകുന്നതാണ്. അപ്പൊ ഏത് ഊർജമായി മാറും വൈദ്യുത വിശ്ലേഷണ സെല്ലില്? വൈദ്യുതോർജം രാസോർജമായി മാറും. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം. ഓക്കെ, വേറെ ഇതല്ലാത്ത വ്യത്യാസങ്ങൾ, കണ്ടെത്താത്ത വല്ല വ്യത്യാസങ്ങളും കണ്ടെത്തിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഏത് ഗ്രൂപ്പുകാരാണ് അത് കണ്ടെത്തിയത് എന്നുള്ളത് നോക്കാനാണ്. രണ്ട് വ്യത്യാസങ്ങൾ പറഞ്ഞു. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും കണ്ടെത്തിയ ആളുകളുണ്ടോ എന്നാണ് ചോദ്യം. ഹലോ, യെസ്, ആരാണ്? പേര് പറയാം. ഷാമിൽ മുർഷാദ്. ഷാമിൽ മുർഷാദ് പറയാം. ഗാൽവാനിക് സെല്ലില് ഉരുകിയ ലൈനും മറ്റേല് വെറും ലൈനും. അതെവിടുന്ന് കിട്ടിയതാ മോനെ? ആരാ പഠിപ്പിച്ചെന്ന്? ആരാ പഠിപ്പിച്ചെന്ന്? ഇലക്ട്രോലൈറ്റ് ഉരുകിയതും ഉണ്ടാവും, ലായനി ഉണ്ടാവും. അത് വൈദ്യുത വിശ്ലേഷണത്തിലുമാണ്. വേറെ ആരാ കണ്ടെത്തിയത്? ഗാൽവാനിക് സെല്ലില് ബാറ്ററി ഉപയോഗിക്കില്ല. വൈദ്യുത വിശ്ലേഷണ സെല്ലില് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് മീൻസ് ഞാൻ രണ്ടെണ്ണം പറഞ്ഞ് ഇതാക്കിയ ആള് ആരായിരുന്നു? ആള് ഷദയാണോ? ഷദയല്ലേ പറഞ്ഞീന്? പിന്നെ വേറെ ഒന്നും കൂടി പറഞ്ഞിരുന്നു. ആനോഡിന്റെയും കാഥോഡിന്റെയും. വെരി ഗുഡ്, ദാറ്റ് ഈസ് ദ ആൻസർ. അതാണ് നമ്മളെ ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി അതാണ്. ഗാൽവാനിക് സെല്ല് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. വൈദ്യുത വിശ്ലേഷണ സെല്ല് വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ഇതാണ് എഴുതേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷെ അതിന് ചില ഡിഫക്റ്റുകളൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കും. ഡിഫറൻസ്, വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ ഇതാണ്. വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഏതെങ്കിലും രണ്ട് പ്രായോഗിക ഉപയോഗങ്ങൾ എഴുതുക എന്നാണ്. എന്തിനാണ് വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ചു വെച്ചോളാം. ഇപ്പൊ കൈ പൊക്കിയ ആൾക്കാർക്കൊക്കെ ഞാൻ കൈ താഴ്ത്തി. എന്നിട്ട് ഇതിന്റെ ഈ 2 ഉപയോഗങ്ങൾ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ കൈ പൊക്കാം. 2 ഉപയോഗങ്ങൾ. ഈ തീരെ കൈ പൊക്കാത്ത ആളുകളെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, 2 ഉപയോഗങ്ങൾ. ഓക്കെ, ഇനി മതി കൈ പൊക്കിയത്. ഇനി അവസാനം കൈ പൊക്കുന്ന ആളോടാണ് ക്വസ്റ്റ്യൻ വരിക. സഹിലാഷറിൻ ടി പി മൈക്കോണാക്കാം. ഹലോ. യെസ്, പറയൂ. 2 ഉപയോഗങ്ങൾ പറയാം. ലോഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ അലോഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ലോഹങ്ങളുടെ നിർമ്മാണം, അതേപോലെ അലോഹങ്ങളുടെ നിർമ്മാണം. വെരി ഗുഡ്. ഇതല്ലാത്ത ഏതെങ്കിലും ഉപയോഗം എഴുതിയ ആൾക്കാർ? ഹെന്ന, ജന്ന. ഹലോ. പറയൂ. ലോഹ ശുദ്ധീകരണത്തിനും സംയുക്ത നിർമ്മാണത്തിനും. വെരി ഗുഡ്. ലോഹ ശുദ്ധീകരണം, അതേപോലെ സംയുക്തങ്ങളുടെ നിർമ്മാണം. ഇതല്ലാത്ത വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമുണ്ട്. ആർക്കാ പറയാൻ പറ്റുക? വൈദ്യുത ലേപനം. വെരി ഗുഡ്, വൈദ്യുത ലേപനം. അപ്പോൾ ഇത് പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 2 ആണ് എഴുതേണ്ടത്, പക്ഷെ നമുക്ക് അതല്ലാത്തതൊക്കെ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. ശരി, ഇനി അടുത്തത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്ന്. ഇനി തുടർ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ വിലയിരുത്താം എന്നുള്ളതിലോ ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ ഡൗട്ട് വന്നത് ഉണ്ട് എങ്കിൽ ശരിക്കും നിങ്ങൾ ഇത് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തേണ്ട സംഗതി ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ട് ചോദിക്കാനുള്ള അവസരമാണ്. ഡൗട്ട് ഉള്ള ആളുകളൊക്കെ കൈ പൊക്കണം ആദ്യം, എന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് അവസരം തരും. ഞാൻ എല്ലാവരും കൈ താഴ്ത്തിയിട്ടുണ്ട്. ഡൗട്ട് ഉള്ള ആളുകൾ കൈ പൊക്കുക. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഡൗട്ടാണ് ഉള്ളത് എന്നുള്ളത് പിന്നെ ഉള്ള ആളുകൾ കൈ പൊക്കുക. ഈ ചില ആൾക്കാരുണ്ടാകും, സർ ആ ഗാൽവനിക് സെൽ ഒന്നും കൂടി പറഞ്ഞു തരുമോ? അത് ഞാൻ ഡൗട്ടായിട്ട് കണക്കൂട്ടൂല, അത് ഞാൻ ക്ലാസ് ആയിട്ടേ കണക്കൂട്ടുള്ളൂ. ക്ലാസ് ആയിട്ട് എടുത്ത് തരാ എന്നുള്ളതേ കണക്കൂട്ടുള്ളൂ. ഡൗട്ട് ഉള്ള ആൾക്കാർക്ക് കൈ പൊക്കാം. കാരണം വിലയിരുത്താം എന്നുള്ളതും തുടർ പ്രവർത്തനങ്ങളും ചെയ്ത ആളുകൾക്കേ ഡൗട്ട് ഉണ്ടാവുള്ളൂ, ചെയ്യാത്തവന് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവരുണ്ട് എങ്കിൽ അത്തരം ആളുകളെയും ഞാൻ പിടിക്കും. ഓക്കെ, നിയാരാജ് ചോദിച്ചോളൂ, എന്താണ് ഡൗട്ട്? അത് തുടർ പ്രവർത്തനത്തില് ഒന്നാമത്തെ ക്വസ്റ്റ്യനില് സിന്റെ ആൻസർ. ചോദ്യം വായിക്കുക, എന്റെ അടുത്ത് ടെക്സ്റ്റ് ഇല്ല. ക്വസ്റ്റ്യൻ: കോപ്പർ സൾഫേറ്റ് ലായനിയിൽ 2 കാർബൺ തണ്ടുകൾ താഴ്ത്തി വെക്കുക. ലായനിയിലൂടെ വൈദ്യുതി കടത്തിവിടുക. 2 കോപ്പർ തണ്ടുകൾ എന്തായിരുന്നു? അതെ, ക്വസ്റ്റ്യൻ ഫുൾ ആയോ? ഹലോ, ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ടുണ്ടോ? ആ സി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ. അതാണ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ 2 കാർബൺ തണ്ടുകൾ താഴ്ത്തി വെക്കുക. ഇനി സി ക്വസ്റ്റ്യൻ: ഇവിടെ നടക്കുന്ന മാറ്റങ്ങളുടെ രാസസമവാക്യങ്ങൾ എഴുതുക. ഇവിടെ നടക്കുന്ന പിന്നെ എന്താ പറയാ, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യവും കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാനാണ് ഉദ്ദേശിച്ചത്. അതറിയില്ലേ? ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എന്താണ്? വൈദ്യുത വിശ്ലേഷണമാണ്. ഒന്നും കൂടി പറഞ്ഞേ. ക്വസ്റ്റ്യൻ: കോപ്പർ സൾഫേറ്റ് ലായനിയിൽ 2 കാർബൺ തണ്ടുകൾ താഴ്ത്തി വെക്കുക. ലായനിയിലൂടെ വൈദ്യുതി കടത്തിവിടുക. അതിൽ എ ക്വസ്റ്റ്യൻ: ഏത് ഇലക്ട്രോഡിലാണ് നിറമാറ്റം ഉണ്ടാകുന്നത്? ആനോഡിലോ കാഥോഡിലോ? അത് കാഥോഡിലല്ലേ? കാഥോഡിൽ. പിന്നെ ബി ക്വസ്റ്റ്യൻ: കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ നീല നിറം മങ്ങുന്നു. വെരി ഗുഡ്. പിന്നെ
പിന്നെ ഈ സി ക്വസ്റ്റ്യൻ ആണ് കിട്ടാത്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതണം. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എന്ന് പറഞ്ഞാൽ ആദ്യം അയോണുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. അയോണുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അയോണുകൾ എന്ന് പറയുന്നത് Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്, ദെൻ H3O+ ഉണ്ട്, ദെൻ OH- ഉണ്ട്. ഇതിൽ SO4 2- OH- ആനോഡ്ക്ക് പോകുന്നത് ആരാന്ന് ചോദിച്ചാൽ OH- ആണ്. ഓക്കെ, OH-. ആനോഡ്ക്ക് പോകുന്നത് OH- പക്ഷേ ആനോഡ്ക്ക് പോകുന്നത് OH- എന്ന് പറഞ്ഞാൽ ഈ ആരുടെ OH- ആണ്? H2O-യുടെ OH- ആണ്. ഞാൻ ആ സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് OH- പോകുകയാണെങ്കിലും നമ്മൾ പറയാ H2O പോകാന്നാ പറയാം. അല്ലെങ്കിൽ H3O+ പോകുകയാണെങ്കിലും നമ്മൾ പറയും H2O ആണ് പോകുന്നത് എന്ന് പറയാം. എന്തായാലും നമ്മൾ OH- നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നോക്കാം. OH- -1 ഇലക്ട്രോൺ gives OH പറഞ്ഞിട്ടൊരു സാധനമില്ല. അതുകൊണ്ട് 2 OH-കൾ കൂടി ചേർന്നിട്ട് എന്താ ഉണ്ടാവുക നോക്കാം നമുക്ക്. OH + OH gives H2O + O. ഇതുണ്ടാവും H2O + O. O ഒറ്റക്ക് നിൽക്കൂലല്ലോ. O ഒറ്റക്ക് നിൽക്കൂല. O2 ആയിട്ടാണ് നിൽക്കാറുള്ളത്. O2 ആയിട്ടാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ട് ഈ രീതിയിൽ ഒന്നും കൂടി നടക്കും. ഈ രീതിയിൽ ഒന്നും കൂടി നടക്കും എന്ന് പറഞ്ഞാൽ ഇതേപോലെ നടക്കുന്നു. അപ്പൊ വീണ്ടും ഒരു ഓയും കൂടിയും കിട്ടൂലേ. എന്നിട്ട് ആ ഓയും പിന്നെ മറ്റേ ഓയും കൂടിയിട്ട് O2 ആയിട്ട് മാറും. ഇതുപോലെ എല്ലാ OH- OH ആകും. 2 OH-കൾ കൂടി ചേർന്നിട്ട് H2O-യും O-യും ആകും. ഇങ്ങനെ ഓരോ 2 OH-കൾ കൂടിയിട്ട് H2O-യും O-യുമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര OH- നിന്നാണ് O2 ഉണ്ടാവുക? ആർക്കാ പറയാൻ പറ്റും? എത്ര OH- നിന്നാണ് O2 ഉണ്ടാവുക? 2 OH- നിന്ന് ഒരു O ഉണ്ടെങ്കിൽ എത്ര OH- നിന്നാണ് O2? ഓയും ഓയും കൂടിയാൽ O2 ആണ്. 4. വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര H2O ഉണ്ടാവും? 4 OH- നിന്ന് എത്ര H2O ഉണ്ടാവും? 2. യെസ്. അപ്പൊ ഞാൻ അത് ഷോർട്ടാക്കി എഴുതാണ്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിരുത്തി എഴുതി നോക്കുമ്പോ നിങ്ങൾക്കത് കിട്ടണം. ഓക്കെ, അപ്പൊ 4 OH- ശ്രദ്ധിക്കുക, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തു വന്നത് ഇങ്ങനെയാണ്. 4 OH- മൈനസ് 4 ഇലക്ട്രോൺ ഉണ്ടാവും. നോക്കണ്ടി, 4 ഇലക്ട്രോൺ ഉണ്ടാവും. gives 2 H2O. H2O ഉണ്ട്, H2O ഉണ്ട്, പ്ലസ് O2. ഇങ്ങനെ എഴുതിക്കൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ എഴുതിക്കൂടെ? ആരും ഒന്നും പറയുന്നില്ല. ഇങ്ങനെ എഴുതിക്കൂടെ? നിയാരാജ്, ഇങ്ങനെ എഴുതിക്കൂടെ? പറ്റുമോ? മനസ്സിലായോ? ഇതെങ്ങനെ കിട്ടിയത്? ഇതെങ്ങനെ കിട്ടിയ മനസ്സിലായോ? കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതെങ്ങനെ കിട്ടിയ മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് -4 ഇലക്ട്രോൺ എന്നുള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ സംഭവിക്കുന്നത് നോക്കാം. 4 OH- gives 2 H2O plus O2 plus 4 ഇലക്ട്രോൺ. ഇനി ഒരു കുഴപ്പം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാല്, നമ്മള് OH- എന്ന് എഴുതുന്നതിന് പകരം H2O എന്ന് എഴുതണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എഴുതാം 4 H2O. അപ്പൊ 4 H2Oയിൽ ആരൊക്കെയുണ്ട് അറിയോ? 4 H+ ഉണ്ട്, 4 OH- ഉണ്ട്. H+ പറഞ്ഞാൽ H3O+ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇവിടെ ഉണ്ട്. അപ്പൊ 4 H2O gives 2 H2O plus O2 plus 4 ഇലക്ട്രോൺ. പിന്നെ ഇയാളുണ്ട് ഇവിടെ. ഇതിൽ ബാക്കി ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കണം. 4 H+.
ഇനി ഇപ്പുറത്ത് 4 H2O ഉണ്ട്, അപ്പുറത്ത് എത്ര H2O ഉണ്ട് പറയാം? 2 H2O. അപ്പൊ അത് വെട്ടിപ്പോകും. ഇവിടുന്ന് 2 H2Oയും ഇവിടുന്ന് ഒരു 2 H2Oയും വെട്ടിയാൽ ബാക്കി എത്ര ഉണ്ടാകും അവിടെ? 2 H2O gives O2 plus 4H plus 4 ഇലക്ട്രോൺ. ഇതാണ് നിങ്ങൾ ബാക്കിയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കിട്ടിയ രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ഒന്ന് ഇരുന്ന് അത് ആലോചിച്ച് മനസ്സിലാക്കിയാൽ അത് കിട്ടും. നിങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരൂല, ഇത് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇതാണ് ലാസ്റ്റ് കിട്ടുക നിങ്ങളോട്. ഇതില് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഇതാണ്. 2H2O gives O2 plus 4H plus 4 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം. ഏതില്? CuSO4 ലായനിയിൽ. CuSO4 ലായനിയിൽ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഇത് ബാക്കിയൊന്നും എഴുതണ്ട, ഇത് മാത്രമാണ് എഴുതേണ്ടത്. പക്ഷെ അത് കിട്ടിയ രീതി പറഞ്ഞതാ. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. ഓക്കെ, കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എന്തായിരിക്കും? ആർക്കാ പറയാൻ പറ്റുക? ആർക്കാ പറയാൻ പറ്റുക? CuCl2 ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം ചെയ്ത ആൾക്കാരാ നിങ്ങൾ. ഹലോ, ആരുമില്ലേ? ഇല്ലെങ്കിൽ ഇല്ലാന്നെങ്കിലും വാ തുറന്ന് പറയും. സാറേ, കാഥോഡിലെ പ്രവർത്തനം 2H3O plus 2 ഇലക്ട്രോൺ gives 2H2O plus H2 ആണോ? കാഥോഡിലേക്ക് നീങ്ങുന്നത് ആരായിരിക്കും? കാഥോഡിലേക്ക് നീങ്ങുന്ന അയോൺ പോസിറ്റീവ് അയോൺ ആണ് അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ആണ്. ഇതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിലല്ലേ? ബാക്കിയൊക്കെ ഉറങ്ങിപ്പോയോ? ആണ്. കാഥോഡിലേക്ക് നീങ്ങുന്ന അയോൺ പോസിറ്റീവ് അയോൺ ആണോ നെഗറ്റീവ് അയോൺ ആണോ കാഥോഡിലേക്ക് നീങ്ങാം? പോസിറ്റീവ് അയോൺ ആണ്. ഇവിടെ എത്ര പോസിറ്റീവ് അയോൺ ഉണ്ട്? ഞാനേ എന്താ അറിയോ, സാധാ ക്ലാസ്സിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഞാൻ എടുത്തിരുന്നു. ഇതിങ്ങനെ ആകുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ കൈ പോകുന്നത് എൻഡ് ബട്ടണിലേക്കാണ്. കാരണം ഒന്ന് വാ തുറന്നിട്ട് എന്തെങ്കിലും പറയണ്ടേ, ഇത് അതുപോലും ചെയ്യൂല. ഇവിടെ എത്ര അയോണുകളുണ്ട്? ആ 4 ഏതൊക്കെയാണെന്ന് വാ തുറന്ന് പറയാൻ പറ്റുമോ? അതിന് ആൻസർ ഇല്ല. ഓക്സിജന്. വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞോളാം. അയോണുകൾ ചോദിച്ചാൽ ഓക്സിജൻ എന്ന് പറയുന്നത്. അയോണുകൾ ചോദിച്ചാൽ ഓക്സിജൻ എന്നാ പറയല്. നേരത്തെ എഴുതി വെച്ചതാ അയോണുകൾ എന്ന് പറഞ്ഞിട്ട്. ഒക്കെ പ്ലസ് ആയിക്കോളാം കേട്ടോ. Cu2 plus SO2 plus Cu plus SO4 minus H3O plus OH minus. കണ്ണു തുറന്നിട്ട് തന്നെയാണല്ലോ വായിച്ചത് അല്ലേ? അത്
ഞാൻ നിങ്ങൾ വായിക്കുന്നതിനെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തോ ഞാൻ അങ്ങനെ സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ ബോർഡുമല ഞാൻ ബോർഡുമല ആ 4 അയോണുകൾ എഴുതി തന്നതാണ്, ഇപ്പൊ എഴുതി തന്നാണ്. അത് നോക്കി വായിക്കുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, പൊട്ടത്തെറ്റ് വായിച്ചുകൊണ്ട്. ഒരുത്തി വായിച്ചത് Cu2+ഉം SO-, SO2-. ഒരുത്തി വായിച്ചത് ഇങ്ങനെയാണ് Cu+, SO4-. ആർക്കത് പറയാൻ പറ്റുക? ഇതിലുള്ള അയോണുകൾ, കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള അയോണുകൾ ഏതൊക്കെയാണ്? ഒന്ന് വ്യക്തമായി പറയാൻ പറ്റുന്ന ആള് ആരാ? പറഞ്ഞോളൂ. Cu2+, SO4 H3O+, OH-. കാഥോഡിലേക്ക് നീങ്ങുന്ന അയോൺ പോസിറ്റീവ് അയോൺ ആണോ നെഗറ്റീവ് അയോൺ ആണോ? പോസിറ്റീവ്. എന്തുകൊണ്ടാ പോസിറ്റീവ് അയോൺ നീങ്ങുന്നത്? അതിന് ആൻസർ ഇല്ല. അപ്പൊ നിങ്ങളൊന്നും അല്ല, കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്, കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ടാണ്. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോസിറ്റീവ് അയോൺ ആണ് പോവുക. നമ്മൾ വൈദ്യുത വിശ്ലേഷണം പഠിച്ച സമയത്ത് ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്, കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്, ആനോഡിലേക്ക് നീങ്ങുന്ന അയോണ്, എന്നിട്ട് അതിന് നോക്കിയിട്ട് അതിന് മുമ്പ് അയോണുകൾ ഏതൊക്കെയാന്ന് എഴുതും. ഇത് ക്രമത്തിൽ നമ്മൾ എത്രണ്ണം ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും ഒരാൾ പറയും. വൈദ്യുത വിശ്ലേഷണ സെല്ല് എത്രണ്ണം ചെയ്തിട്ടുണ്ട്? അതിനും ആൻസർ ഇല്ല. ഹലോ, വൈദ്യുത വിശ്ലേഷണം എത്രണ്ണം ചെയ്തിട്ടുണ്ട്? 2 ഉരുകിയ ലായനിയും 2 ലായനിയും. എത്രണ്ണം എന്നുള്ള എത്രണ്ണം ചെയ്തിട്ടുണ്ട്? 4. എന്നിട്ട് ഒന്ന് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരുന്നോ? അതിൽ ഡൗട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ അത് പഠിച്ചു എന്ന് ഞാൻ ഉറപ്പുവരുത്തിയത്. ഏതാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? KCL ആണോ? KCL ആണോ ചെയ്യാൻ പറഞ്ഞത്? CuCl2 ലായനിയുടേതാണ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളൊന്നും വ്യക്തമല്ല കേട്ടോ പറയുന്നത്. CuCl2 അല്ല ചെയ്യാൻ പറഞ്ഞത്. CuCl2 ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ അത് ചെയ്യാൻ എത്ര സംഗതികളാണ് നിങ്ങൾ അതിൽ വൈദ്യുത വിശ്ലേഷണത്തിൽ ചെയ്ത് പഠിക്കുന്നത്. എന്നിട്ടും പിന്നെ അയോണുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സമയം എടുക്കുന്നത് എന്താണ് നിങ്ങളൊക്കെ പ്രശ്നം? ആനോഡ് ആര്, കാഥോഡ് ആര്, ആനോഡിലേക്ക് നീങ്ങുന്ന അയോൺ ഏത് പോസിറ്റീവ് അയോൺ ആണോ നെഗറ്റീവ് അയോൺ ആണോ, അത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ വ്യക്തമാക്കി പഠിച്ചതിന് ശേഷമാണല്ലോ ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഈ ക്ലാസ്സിലെ മൊത്തം കുട്ടികളും ഈ ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട് 3 പ്രാവശ്യം എഴുതണം. 3 പ്രാവശ്യം. ഞാൻ അങ്ങനെ തന്നെ പറയണം, 3 പ്രാവശ്യം എഴുതണം. ഷോർട്ട് നോട്ട് 3 പ്രാവശ്യം. അത് നിങ്ങൾ കളറ് കൊടുത്തായിട്ട് വലിയ ഭംഗി ആക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ ആക്കിയാലേ അത് ഷോർട്ട് നോട്ട് ആവുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ 1 പ്രാവശ്യം എഴുതി 3 പ്രാവശ്യം ഫോട്ടോ എടുത്ത് വിടും വേണ്ട. അപ്പൊ അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 1 പ്രാവശ്യം ഷോർട്ട് നോട്ട് എഴുതാം. 1 പ്രാവശ്യം ഷോർട്ട് നോട്ട് എഴുതാം. ഓക്കെ. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച എന്ന് വെച്ചാല് ഒരു 3 വർഷം, 3 വർഷത്തെ 2020 മാർച്ച് ഫെബ്രുവരി, 2019 മാർച്ച് ഫെബ്രുവരി, പിന്നെ 2018 മാർച്ച് ഫെബ്രുവരി, 2018, 19, 20 മോഡൽ പബ്ലിക് പരീക്ഷകളുടെ
ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും അത് എഴുതുക. അപ്പൊ ഒരു പ്രാവശ്യം ഈ ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. ഞാനത് സാറോട് PDF ആക്കിയിട്ട് എൻ്റെ ഇതിലേക്ക് അയച്ചു തരാൻ പറയും. രണ്ടാമത്തെ സംഗതി 2018, 19, 20 വർഷങ്ങളിലെ പബ്ലിക് മോഡൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരവും. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ പാടില്ല. വിട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇമ്പോസിഷൻ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ തരുന്നൊന്നും ഇമ്പോസിഷൻ അല്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ സംഗതി ചെയ്യേണ്ടത്. മൂന്നാമത്തെ സംഗതി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിലുള്ള തുടർ പ്രവർത്തനങ്ങളും എന്താ പറയാ വിലയിരുത്താം എന്നുള്ളതും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് പേപ്പറിൽ ചെയ്തത്, മൂന്നാമത് പേപ്പറിൽ ചെയ്തത്, ഇത് മൂന്നും പേപ്പറിലാണ് ചെയ്യേണ്ടത്. പേപ്പറിൽ ചെയ്ത തുടർ പ്രവർത്തനങ്ങളും വിലയിരുത്താം. ചോദ്യവും വേണം, ഉത്തരവും വേണം, എഴുതാം. ഇങ്ങനെ 3 സംഗതികൾ എഴുതി അയച്ചു കൊടുത്ത ആളുകൾ മാത്രമേ നാളെ മുതലുള്ള ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ മതി. നാളെ മുതലുള്ള ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾ അതിന് 2 or 3 ഡിസ്കഷൻ ക്ലാസ് സംഘടിപ്പിച്ചോളൂ. എനിക്ക് അതിനൊന്നും കുഴപ്പമില്ല. ഇന്ന് തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് എപ്പോഴെങ്കിലും ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ള ഡിസ്കഷൻ ക്ലാസ്സുകൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചോളൂ. എന്നാലും കുഴപ്പമില്ല. ഇത് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ എന്താ പറയാ, പിന്നെ സാറോട് ചോദിക്കും, ലീഡർമാരോടാണ് ചോദിക്കുക ആരൊക്കെയാണ് ചെയ്യാത്തത്, ആരൊക്കെയാണ് ചെയ്തത്. നിങ്ങൾ അയക്കുന്നത് PDF ആക്കിയിട്ട് അയക്കാം. PDF എന്ന് വെച്ചാൽ 3 ആയതിനു ശേഷം അയച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് അയക്കണ്ട. 3 ആയതിനു ശേഷം അത് ഒറ്റ ഫയലാക്കാൻ PDF ആക്കലാണ്. ഒറ്റ ഫയലാക്കാൻ PDF ആക്കിയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, ഫയൽ നെയിം നിങ്ങളുടെ പേര് ആക്കിയിട്ട് കൊടുക്കുക. അത് എനിക്ക് നേരെ ഫോർവേഡ് ചെയ്യും. അപ്പൊ എഴുതി കഴിഞ്ഞിട്ട് മതി. അത് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് രാത്രി 12 മണി വരെ സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പോ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. വൃത്തിയായിട്ട് ചെയ്യണം. ആ ഉള്ള നോട്ട് നേരെ പകർത്തി എഴുതലല്ല ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തക്ക രീതിയിലുള്ള ഷോർട്ട് നോട്ട് തയ്യാറാക്കാം. പേപ്പറിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, അത് ന്യൂസ് പ്രിന്റ് പേപ്പറോ A4 പേപ്പറോ എന്ത് ഉപയോഗിക്കാം. രണ്ടാമത്തെ സംഗതി 3 വർഷത്തെ പബ്ലിക് മോഡൽ പരീക്ഷകളിലുള്ള ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരവും എഴുതാം. മൂന്നാമത്തെ സംഗതി ഇതിൽ വിലയിരുത്താം എന്നുള്ളതും തുടർ പ്രവർത്തനങ്ങളും നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. അത് ഒരിക്കൽ കൂടി പേപ്പറിൽ എഴുതാം. ചോദ്യവുമാണ്, ഉത്തരം എഴുതണം. അത് പകർത്തിയെഴുത്താവരുത്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പരീക്ഷ ഒരു പിന്നെന്താ പറയാ നടത്തും. ആ പരീക്ഷ നടത്തിയിട്ട് അതിൽ 15 മാർക്ക് വാങ്ങുന്ന ആളുകൾ മതി ഇനി എൻ്റെ അടുത്ത ക്ലാസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ആക്കി തിരിച്ച് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ നിയാരാജ് ചോദിച്ച ക്വസ്റ്റ്യന്റെ ഉത്തരം ആണ് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഇത് എഴുതിയത്. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇതാണ് പിന്നെ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം. കാഥോഡിലേക്ക് പോകുന്നത് പോസിറ്റീവ് അയോൺ ആണ്. പോസിറ്റീവ് അയോൺ 2 ആൾക്കാരുണ്ട്. ഒന്ന് Cu2+ ഉണ്ട്, മറ്റൊന്ന് H3O+ ഉണ്ട്. H3O+ പറഞ്ഞാൽ H+ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ Cu ആണോ H ആണോ താഴെയുള്ളത്? കാഥോഡിലേക്ക് പോകുന്നത് ക്രിയാശീല ശ്രേണിയിൽ താഴെയുള്ള ആളാണ് എന്ന് ആ സമയം കൃത്യമായി പറഞ്ഞതാണ്. വൈദ്യുത വിശ്ലേഷണം എടുത്ത സമയത്ത് താഴെയുള്ള ആള് H അല്ല, Cu ആണ്. അതുകൊണ്ട് Cu2+ ആ പോവുക. അപ്പൊ അവിടെ വെച്ച് നടക്കുന്ന പ്രവർത്തനം Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu എന്നാണ് വരിക. അത് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹലോ, റെഡിയാണോ? മനസ്സിലായിട്ടുണ്ടോ? നിയാരാജ് മനസ്സിലായിട്ടുണ്ടോ? നിയാരാജ് മനസ്സിലായിട്ടുണ്ടോ?
എന്താ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം ഏതാ? കാഥോഡിൽ നടക്കുന്നത് 2H3O + 2. ആർക്കാ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം. Cu2 + 2 electron gives Cu. എന്തുകൊണ്ടാ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം അതായത്? കാഥോഡിലേക്ക് നീങ്ങുന്ന അയോൺ ഏത് അയോണാ? പോസിറ്റീവ്. എത്ര പോസിറ്റീവ് അയോണുകൾ ഉണ്ട് ഇവിടെ? 2. ആരൊക്കെയാണത്? Cu2 + H3O +. H3O+ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? H2. H+. മനസ്സിലായോ? H2 ആണ് അയോണ്. H+ ആണ് ശരിക്കും. H+ൽ നിന്നാണ് H3O+ ഉണ്ടായത്. H+ഉം H2Oയും കൂടി ചേർന്നിട്ടാണ് H3O+ ഉണ്ടായത്. അത് അവിടെ എഴുതിയതായിരുന്നു. ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ സമയം ക്ലാസ് എടുത്തപ്പം. അപ്പൊ H ആണോ Cu ആണോ താഴെയുള്ളത്? പറയാം. Cu. ക്രിയാശീല ശ്രേണിയിൽ താഴെയുള്ള ആളാണ് കാഥോഡിലേക്ക് പോകുക എന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. Cu ആണ് താഴെയുള്ളത്. അതുകൊണ്ട് Cu ആണ് പോയത്. അപ്പൊ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താ? കാഥോഡിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം എന്താ? Cu2 + 2 electron gives Cu. വെരി ഗുഡ്. അതാണ് ആൻസർ. നിയാരാജ് ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിയാരാജ്, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം ഏതാ? 2H2O അല്ല പറഞ്ഞതേ. ആർക്കാ പറയാൻ പറ്റുക? ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. H2O gives O2 + 4H + 4 electron. വെരി ഗുഡ്. അതാണ് ആൻസർ. 2H2O gives O2 + 4H + 4 electron. അപ്പൊ ഇനി ഒരു കാര്യം എനിക്ക് എന്താ പറയാ, നിങ്ങൾ ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം പരിപാടി. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ആളുകൾക്ക് ഒന്ന് കൈപൊക്കാം. ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, വേറെ ആളെ തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ പഠിക്കാതെയൊക്കെ വരുന്ന ആളുകളെ മെരുക്കാൻ ഞാൻ ഇതല്ലാതെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. എന്താ പറയാ, നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ഒരു പിന്നെ ആളെ മാറ്റണം എന്നുള്ള അതാണ് എന്നുള്ളത് എങ്കിൽ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നുള്ള ആളുകൾക്ക് എന്താ പറയാ, കൈ പൊക്കണ്ട. അത്തരം ആളുകൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ആളുകൾ കൈ പൊക്കിയാൽ മതി. അപ്പൊ ഓക്കെ. അപ്പൊ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഓക്കെ, ഞാനത് സൂചിപ്പിച്ചോളാം. ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഗ്രൂപ്പ് ലീഡർമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകം? എപ്പോഴാണ് പിന്നെ B1 ഗ്രൂപ്പിന്റെ ലീഡർ പറയാം? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും ഈ വർക്ക് മുഴുവൻ ആളുകളും എപ്പോഴത്തേക്ക് ഇത് തീർക്കും? ഗ്രൂപ്പിന്റെ ലീഡർ പറഞ്ഞാൽ മതി.
ലീഡറാണ് വിചാരിച്ച സംഭവം നടക്കും. ഹലോ, ഞാൻ പറഞ്ഞ വർക്ക് എപ്പോഴത്തേക്ക് തീരും? രാത്രി ഒരു 9 ഏത് മണിക്ക് സമയത്തിനുള്ളിൽ? മതിയോ? രാത്രി ഒരു 9 മണിന്റെ ഉള്ളില്. B1 ഗ്രൂപ്പുകാര് രാത്രി 9 മണിന്റെ ഉള്ളിൽ എല്ലാവരുടേതും ചെയ്യും എന്നുള്ളതാണ് ബി ഗ്രൂപ്പിന്റെ ലീഡർ പറയുന്നത്. ഓക്കെ അല്ലേ? ലീഡർ മാത്രമല്ല ചെയ്യേണ്ടത്, മെമ്പർമാര് മൊത്തം ചെയ്തിരിക്കണം. B2 ഗ്രൂപ്പിന്റെ ലീഡർ ടൈം അപ്പൊ തന്നെ ആരാണ് നേരത്തെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ്. G1 ഗ്രൂപ്പ് ഹലോ, കഴിയുന്ന പറഞ്ഞാൽ മതി. ഓക്കെ, പറഞ്ഞോളാം. ഒരു ടൈം ആകുമ്പോഴത്തേനൊക്കെ തീർക്കാം. ടൈം പറയും. ഒരു 9 മണി, അപ്പം കിടക്കുന്നതിന് മുമ്പായിട്ട്. ഇതൊന്നും ഒരു കോൺഫിഡന്റോട് കൂടി അല്ല കേട്ടോ പറയുന്നത്. മീൻസ് ലീഡർ കോൺഫിഡന്റ് ആണോ, ഒപ്പുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. G2 ഗ്രൂപ്പ് 9 രാത്രി. എല്ലാരും 9 മണിയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. G3 9 മണിയല്ലേ? G4 9 മണിയാണ്. ഇനി ഉണ്ടോ? ഗ്രൂപ്പ് ഉണ്ടോ? G5 ഉണ്ടോ? 10 മണിയാകുമ്പോ. 10 മണി. G5 10 മണി. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോ ആരും പിന്നെ എന്താ പറയാ 9 മണിയുടെ താഴേക്ക് ആരും വന്നിട്ടുമില്ല. അത് നിങ്ങളുടെ വെച്ചാല് ലീഡർ എപ്പോഴും വിത്ത് കോൺഫിഡന്റ് ആയിരിക്കും. എനിക്ക് എന്റെ ആളുകൾ അത് പറഞ്ഞാൽ അത് കേൾക്കും എന്ന ഒരു കോൺഫിഡന്റ് ഉണ്ടല്ലോ, അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടാവണം. ആ രീതിയിലേക്ക് ലീഡറും ആ ഗ്രൂപ്പും മാറണം. ഇപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് എന്ന് കേട്ടു. എല്ലാവരും ക്ലാസ് എടുത്തു എന്ന് കേട്ടു. വളരെ ഗംഭീരമായിട്ട് അത് പോകുന്നുണ്ട് എന്നും കേട്ടു. പക്ഷെ അത്തരം ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എനിക്ക് തോന്നാം ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ആയിരിക്കണം. കാരണം അത് എടുക്കാൻ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല. അതില്ലാത്ത അവസ്ഥ വരരുത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ മാസ്റ്റർ പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും അതിന്റെ എന്റെ മാസ്റ്റർ പീസ് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് അല്ലെങ്കിൽ മാത്സ് ആണെന്ന് പറയാൻ പറ്റത്തക്ക വിധത്തിൽ കുറച്ചു കാലം നിങ്ങൾ ഈ ടീച്ചിങ് നടത്തുന്നതൊക്കെ ഈ ഒരു 3 വിഷയങ്ങളിൽ, പ്രധാനമായും ഈ 3 വിഷയങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുക. അതല്ലാതെ എനിക്കത് കിട്ടൂല, ചെയ്യാൻ കഴിയില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ ഉണ്ടല്ലോ, അത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കും. കഴിയും, പറ്റും, ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മൾ എപ്പോഴും മുമ്പോട്ട് പോവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്നിപ്പോ കാര്യമായിട്ട് എടുത്തതെന്ന് വെച്ചാൽ പ്രോബ്ലംസ്, ഈ ചാപ്റ്ററിൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ വരും എന്നുള്ളതാണ് നോക്കിയത്. ഇതിന്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു ഗാൽവനിക് സെല്ല് കിട്ടുന്നില്ല എന്നുള്ളത്. ആ ആളാരായിരുന്നു? ഹലോ, പേര് പറയാം. അജിൻ. ഗാൽവനിക് സെല്ലില് ആനോഡ്, കാഥോഡ്. ആനോഡ് എന്ന് പറഞ്ഞാൽ ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ആള്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ക്രിയാശീല ശ്രേണിയിൽ താഴെയുള്ള ആള്. പിന്നെ നമ്മൾ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓക്സീകരണത്തിന്റെ രാസപ്രവർത്തന സമവാക്യമാണ് എഴുതേണ്ടത്. നിരോക്സീകരണത്തിന്റെ രാസസമവാക്യമാണ് കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം എഴുതേണ്ടത്. റിഡോക്സ് പ്രവർത്തനം ആദേശരാസ പ്രവർത്തനത്തിൽ പഠിച്ച അതേ രീതിയിൽ തന്നെയാണ് എഴുതുക. റിഡോക്സ് പ്രവർത്തനം എന്നുവെച്ചാൽ ഒക്കെ ആദേശരാസ പ്രവർത്തനത്തിലുള്ള സാധനം തന്നെ. എന്താ ഇപ്പൊ എക്സ്ട്രാ ഇതിൽ വന്നത്? ആനോഡാര്, കാഥോഡാര്, ഇത് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള മാർഗം എന്താണ്? ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ള ആൾ ആനോഡും താഴെയുള്ള ആള് കാഥോഡായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാന്. ചിത്രം വരക്കാനും ഉണ്ടാവും. മനസ്സിലായോ? ഇനി നീ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലീഡർ പിന്നെന്താ പറയാ, അല്ലെങ്കിൽ അവിടുത്തെ അതിലുള്ള മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചോദിക്കാം. ഇനിയും ഡൗട്ടോ കാര്യങ്ങളോ ആണ് എങ്കിൽ നിങ്ങൾക്ക് സാറിന് നിങ്ങൾ വോയിസ് ആയിട്ട് അയക്കാം എവിടെയാണ് ഡൗട്ട് എന്നുള്ളത്. അത് എനിക്കെത്തും. നിങ്ങളുടെ വോയിസ് ആയിട്ട് സാറിന് അയച്ചു കൊടുക്കുക, അത് എനിക്കെത്തും. അപ്പൊ ഞാൻ വോയിസ് ആയിട്ട് തിരിച്ച് അങ്ങോട്ട് മറുപടി അയച്ചു തരും. എല്ലാവരോടും കൂടിയാ പറയുന്നത്. എന്നുവെച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എനിക്കത് അറിയില്ല, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കൂല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് പലതും വരുന്നത്. ഈ മൈക്ക് ഓൺ ആക്കാത്ത ആൾക്കാർ റിമൂവ് എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ഞാൻ നേരത്തെ റിമൂവ് ചെയ്തിട്ടില്ല, വെയിറ്റിംഗ് റൂമിൽ ഇട്ടിട്ടുള്ളൂ. ഇനി ചെയ്യാൻ പോകുന്ന പണി അതായിരിക്കും. അതുകൊണ്ട് നല്ല റേഞ്ചുള്ള സ്ഥലത്ത്, എൻ്റെ ക്ലാസ് മാത്രമല്ല എല്ലാ ക്ലാസ്സിലും
നല്ല റേഞ്ച് എവിടെയാണ് കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇരുന്നോളാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.